അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സാമൂഹ്യ ജീവിയായ മനുഷ്യൻ എന്നുള്ള നിലക്ക് ഒരു ദിവസത്തിൽ പല ആവശ്യങ്ങൾക്കായി വ്യത്യസ്തരായ ജനങ്ങൾക്കിടയിലൂടെ നടന്നു നീങ്ങുന്നവരാണ് നാം. മറ്റുള്ള ആളുകളെ കണ്ടുമുട്ടുമ്പോഴും അവരോട് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും ഇടപഴകുമ്പോഴുമെല്ലാം ധാരാളക്കണക്കിന് മര്യാദകൾ നാം പാലിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കിടയിലൂടെ നടന്നു നീങ്ങുമ്പോൾ ആ നടത്തത്തിൽ പാലിക്കേണ്ടതായ ഇസ്ലാമിക മര്യാദകൾ നാം ഒരിക്കലും തന്നെ അവഗണിച്ചുകൂടാ. ആദ്യകാലത്തെ അപേക്ഷിച്ച് ആധുനിക കാലഘട്ടത്തിൽ നടത്തങ്ങൾ പൊതുവെ കുറവാണ് എങ്കിലും പൊതുവായി മറ്റുള്ള ആളുകൾക്ക് മുന്നിലെത്തുമ്പോൾ പാലിക്കേണ്ടതായ 10ഓളം മര്യാദകളെക്കുറിച്ചും ഇസ്ലാമിക അധ്യാപനങ്ങളെ സംബന്ധിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത്. കാര്യങ്ങൾ കൃത്യമായി പഠിക്കാൻ നാം തയ്യാറാവുക. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള മര്യാദകൾ പാലിക്കുവാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒന്നാമതായി കൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടത് അദമുൽ ഇൽതിഫാത്ത് യമീനൻ ഔ യസാറൻ ഔ ലിൽ ഖൽഫി മിൻ ഗൈരി ഹാജ, അഥവാ ഒരാവശ്യവുമില്ലാതെ വലതുഭാഗത്തേക്കോ ഇടതുഭാഗത്തേക്കോ പിന്നിലേക്കോ ഒക്കെയായി തിരിഞ്ഞു നോക്കാതിരിക്കുക എന്നതാണ്. ഇങ്ങനെ തിരിഞ്ഞു നോക്കി നടക്കുക എന്നത് ഒരു ശരിയായ രീതിയല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നടത്തവുമായി ബന്ധപ്പെട്ട് ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യമാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ മശ ലം യൽതഫിത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടക്കുമ്പോൾ അനാവശ്യമായി കൊണ്ട് തിരിഞ്ഞു നോക്കാറില്ലായിരുന്നു എന്നാണ്. രണ്ടാമത്തെ കാര്യം അൽ മശ്യു ബിത്തവാദു, വിനയാന്വിതനായിക്കൊണ്ട് നടക്കുക എന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ബൈനമാ റജുലു യംശി ഫീ ഹുല്ലത്തിൻ തുഅ്ജിബുഹു നഫ്സുഹു മുറജ്ജലുൻ ജുമ്മതഹു, അഥവാ ഒരു മനുഷ്യൻ നല്ല രീതിയിൽ വസ്ത്രമൊക്കെ ധരിച്ച് നല്ല ഭംഗിയായി മുടിയൊക്കെ ചീകി പൊങ്ങച്ചത്തോടു കൂടി നടക്കുകയാണെങ്കിൽ അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു തആല ചങ്ങലകളാൽ ബന്ധിച്ച് അയാളെ നരകത്തിന്റെ ആഴിയിലേക്ക് താഴ്ത്തിക്കളയുന്നതായിരിക്കും എന്നാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഥവാ സ്വന്തത്തെ ഇങ്ങനെ പുകഴ്ത്തി അല്ലെങ്കിൽ പൊങ്ങച്ചം കാണിച്ചുകൊണ്ട് ഞാൻ എന്തൊക്കെയോ വലിയ സംഭവമാണ് എന്ന രീതിയിൽ വിനയം ഒട്ടും തന്നെ ഇല്ലാതെ അഹങ്കാരിയായിക്കൊണ്ട് നടന്നു നീങ്ങുക എന്നത് വിശ്വാസികൾക്ക് യോജിച്ച വിശേഷണമല്ല. ഇമാം ഖുർത്തുബി റഹ്മഹുല്ല പറയുന്നതായിക്കൊണ്ട് ഫത്ഹുൽ ബാരിയിൽ കാണാം, ഇഅ്ജാബുൽ മർഇ ബിനഫ്സിഹി ഹുവ മുലാഹദതുഹു ലഹാ ബിഐനിൽ കമാൽ മഅ നിസ്യാനി നിഅമത്തില്ലാ, അഥവാ ഒരു മനുഷ്യൻ പൊങ്ങച്ചം കാണിക്കുക അല്ലെങ്കിൽ സ്വന്തത്തെ ഇങ്ങനെ വലുതാക്കി പറയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയാൾ ഒരു പൂർണ്ണനാണ് എന്ന കണ്ണുകൊണ്ട് അയാളെ തന്നെ നോക്കുക എന്നതാണ്. അതിന്റെ കൂടെ അള്ളാഹു തനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ മറന്നു കളയുകയും ചെയ്യുക എന്നതാണ്. അപ്പോ അള്ളാഹു തനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ മറന്നു കളഞ്ഞ് താൻ ഒരു പൂർണ്ണനാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ എന്തൊക്കെയോ ചില പ്രത്യേകതകൾ തനിക്കുണ്ട് എന്നിങ്ങനെ ഒരു പൊങ്ങച്ചത്തോടു കൂടി നടക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അതേപോലെ തന്നെ അതിന്റെ കൂടെ അതിന്റെ കൂടെ ബാക്കിയുള്ളവരെ നിസ്സാരവൽക്കരിക്കുക കൂടി ചെയ്താൽ ഫഹുവൽ കിബ്റുൽ മദ്മൂം, അതാണ് കിബ്ർ, അതാണ് അഹങ്കാരം എന്നുള്ളത്. അപ്പൊ ഞാനൊരു പൂർണ്ണനാണ്, ബാക്കിയുള്ളവർ അത്രമാത്രം എത്തുകയില്ല, എന്റെ അരികിലേക്ക് എത്തില്ല, അല്ലെങ്കിൽ എന്റെ കഴിവിനോളം അവന്റെ കഴിവ് എത്തുകയില്ല എന്നിങ്ങനെ ബാക്കിയുള്ളവരെ ചെറുതായി കാണുകയും തന്നെ അവൻ വലുതായി കാണുകയും ചെയ്യുക എന്നതാണ് മോശമായ സ്വഭാവം. ആ സ്വഭാവത്തിന്റെ ശിക്ഷയെ സംബന്ധിച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിൽ അയാളെ അള്ളാഹു നരകത്തിന്റെ ആഴിയിലേക്ക് ചങ്ങലകളാൽ ബന്ധിച്ചുകൊണ്ട് താഴ്ത്തിക്കളയും എന്ന് പറഞ്ഞത് എന്നാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ അഹങ്കാരത്തോടുകൂടി നടക്കുക എന്നത് നമുക്കൊരിക്കലും തന്നെ യോജിച്ച വിശേഷണമല്ല. അത് നമ്മുടെ പരലോകത്ത് വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കുക. മൂന്നാമതായി കൊണ്ട് അൽഹഖു ബിഇൽഖാഇസ് സലാം, കണ്ടുമുട്ടുമ്പോൾ സലാം പറയുക എന്നതാണ്. നമ്മൾ നടന്നു നീങ്ങുമ്പോൾ, സഞ്ചരിക്കുമ്പോൾ വഴിയിൽ കാണുന്ന ആളുകളോട് സലാം പറയുക എന്നതാണ്. അത് ആരോട് സലാം പറയണം എന്ന ആ ഒരു മര്യാദ പാലിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യുസല്ലിമു സ്സഗീറു അലൽ കബീർ, ചെറിയ ആളുകൾ വലിയവരോട് സലാം പറഞ്ഞുകൊള്ളട്ടെ. വറാകിബു അലൽ മാശി,
വാഹനത്തിൽ യാത്ര ചെയ്യുന്നവൻ നടന്നു നീങ്ങുന്നവരോട് സലാം പറയട്ടെ. വൽ മാറു അലൽ ഖാഇദ്, നടന്നു നീങ്ങുന്നവൻ ഇരിക്കുന്നവനോട് സലാം പറയട്ടെ. വൽ ഖലീലു അലൽ കസീർ, കുറച്ചാളുകൾ കുറെ ആളുകളോട് സലാം പറയട്ടെ. അപ്പൊ ഈ ഒരു മര്യാദ പാലിച്ചുകൊണ്ട് വഴിയിൽ നാം കാണുന്ന ആളുകളോട് സലാം പറയുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. നാലാമതായിക്കൊണ്ട് സലാം അലാ ജമീഅൽ മുസ്ലിമീൻ, എല്ലാ മുസ്ലിങ്ങളോടും സലാം പറയേണ്ടതുണ്ട്. നമുക്കറിയുന്നവരോടോ അറിയാത്തവരോടോ എന്നിങ്ങനെ വേർതിരിച്ച് പറയാതെ എല്ലാവരോടും, മുസ്ലിങ്ങളായുള്ള നമ്മുടെ സഹോദരങ്ങളോട് എല്ലാവരോടും സലാം പറയേണ്ടതുണ്ട് എന്നാണ്. അബ്ദുല്ലാഹിബിൻ അംർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, പ്രവാചകനോട് ഒരു മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, അയ്യുൽ ഇസ്ലാമി ഖൈർ, പ്രവാചകരെ ഇസ്ലാമിന്റെ ഏത് വശമാണ് ഏറ്റവും ഖൈറായിട്ടുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുന്നു, തുത്ഇമുത് തുആം, ഭക്ഷണം കഴിപ്പിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് വതഖറഉസ് സലാം അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, നീ അറിയുന്നവനോടും അറിയാത്തവനോടുമെല്ലാം സലാം പറയുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അറിയുന്ന ആളുകളാണെങ്കിലും അറിയാത്തവരാണെങ്കിലും അവരോടൊക്കെ സലാം പറയുക എന്നതാണ് ഇസ്ലാമിന്റെ ഏറ്റവും ഖൈറായിട്ടുള്ള രണ്ടാമത്തെ വശം എന്നതാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരസ്പരം സലാം പറയുക എന്നുള്ളത് പരസ്പര സ്നേഹവും ബന്ധവും ഊർജിതമാക്കുവാൻ അത് കാരണമാകും എന്ന് നാം മനസ്സിലാക്കുക. അഞ്ചാമത്തേതായിക്കൊണ്ട് നടന്നു നീങ്ങുമ്പോൾ വഴിയിലുള്ള മാലിന്യങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുക, ബാക്കിയുള്ള യാത്രക്കാർക്ക് അത് സൗകര്യപ്രദമാക്കി കൊടുക്കുക എന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ബൈനമാ റജുലുൻ യംശി ബിതരീഖിൻ, ഒരു വിശ്വാസിയായ മനുഷ്യൻ അവൻ വഴിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ വജദ ഗുസ്ന ശൗകിൻ അല തരീഖ്, വഴിയിൽ അവൻ ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു കമ്പ് കാണുകയുണ്ടായി. ഫഅഖറഹു, അവൻ അത് നീക്കി കൊടുക്കുകയും ചെയ്തു. വഴിയിൽ നിന്നും ആ കമ്പ് അവൻ മാറ്റിയെടുത്തു. അപ്പോൾ അവന്റെ ആ ഒരു പ്രവൃത്തി കാരണത്താൽ ഫശക്കറല്ലാഹു ലഹു, അള്ളാഹു അവനോട് ശുക്ർ കാണിച്ചിരിക്കുന്നു. ഫഗഫറ ലഹു, അവന്റെ പാപങ്ങൾ അള്ളാഹു അവന് പുറത്തു കൊടുക്കുന്നതാണ് എന്നാണ്. അഥവാ പൊതുവഴികളിൽ നിന്നും ബാക്കിയുള്ള ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന വസ്തുക്കൾ അത് മാറ്റിക്കൊടുക്കുക എന്നത്, ആ പ്രയാസങ്ങൾ അകറ്റി കൊടുക്കുക എന്നത് ഒരു വലിയ കർമ്മമായി കൊണ്ട് തന്നെയാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അത് ആ മനുഷ്യന്റെ പാപങ്ങൾ മായ്ക്കപ്പെടുവാൻ കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ മേൽ കാരുണ്യം വർഷിക്കുവാനും അത് കാരണമാകും എന്നാണ്. അതാണ് നമ്മുടെ നടത്തങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടതായ അഞ്ചാമത്തെ മര്യാദ. ആറാമതായിക്കൊണ്ട് അയ്യതജന്നബൽ മുസ്ലിം മിശ്യതത് തശബ്ബുഹ്, അഥവാ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ പുരുഷന്റെയോ പുരുഷൻ സ്ത്രീയുടെയോ നടത്തത്തെ സാദൃശ്യപ്പെടുത്താതിരിക്കുക എന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിന്നിസാ വൽ മുതശബ്ബിഹാതി മിനൻ നിസാഇ ബിർരിജാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുരുഷൻ സ്ത്രീയുടെ വേഷം കെട്ടി നടക്കുന്നതും സ്ത്രീ പുരുഷന്റെ രൂപത്തിൽ നടക്കുന്നതും അള്ളാഹുവിന്റെ റസൂൽ വിലക്കിയിരിക്കുന്നു. അത്തരക്കാരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു എന്നാണ്. അത്തരത്തിൽ പുരുഷൻ സ്ത്രീയുടെയും സ്ത്രീ പുരുഷന്റെയും വേഷമണിയുകയും അവരുടെ നടത്തത്തെ സാദൃശ്യപ്പെടുത്തുകയും ചെയ്യുന്നത് വിശ്വാസിക്ക് യോജിച്ച കാര്യമല്ല. അത് എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും അത് ചെയ്യുന്നത് അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും ശാപമേൽക്കുവാൻ കാരണമാകും എന്ന് നാം മനസ്സിലാക്കുക. ഏഴാമതായിക്കൊണ്ട് അൽമശ്യു ഇല സ്വലാത്തി ബിസക്കീനത്തിൻ വവഖാറിൻ, നടത്തം നമസ്കാരത്തിലേക്കാണെങ്കിൽ പള്ളിയിലേക്കാണെങ്കിൽ വളരെ ശാന്തമായി കൊണ്ട് നടക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ സുവിബ ബിസ്സലാത്തി ഫലാ തഅതൂഹാ വഅൻതും തസ്ഔൻ, നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് വിളിക്കപ്പെട്ടാൽ ഫലാ തഅതൂഹാ വഅൻതും തസ്ഔൻ, നിങ്ങൾ ധൃതിപ്പെട്ട് നടക്കാതിരിക്കുക. വഅതൂഹാ വഅലൈക്കുമുസ് സകീന, നിങ്ങൾ ശാന്തമായി കൊണ്ട് നടക്കുക. ഫമാ അദ്റക്തും ഫസല്ലു, അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ നമസ്കരിക്കുക. വമാ ഫാതക്കും ഫഅതിമ്മു, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യുക. അപ്പോൾ ധൃതിപ്പെട്ട് തിരക്ക് കൂട്ടി നടക്കുകയും നമസ്കാരത്തിനെത്തി കിടക്കുകയും ചെയ്യുന്ന ആ ഒരു സ്ഥിതിവിശേഷം അത് പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ ഉണർത്തുകയാണ്.
നമസ്കാരത്തിലേക്ക് പോവുകയാണെങ്കിൽ ശാന്തതയോടെയും സമാധാനത്തോടെയും നടക്കുക എന്നത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായ രീതിയിൽ നാം ശ്രദ്ധിക്കേണ്ടതായുള്ളത്. ഇനി അതിന്റെ കൂടെ 3 കാര്യങ്ങൾ സ്ത്രീകളുടേതായിക്കൊണ്ട് പ്രത്യേകം എടുത്തു പറയുന്നതായി കാണാം. 8-ാമത്തേത് ലാ തംശിൽ മർഅ ഫി വസ്തി ത്വരീഖ്. സ്ത്രീ നടക്കുമ്പോൾ അവൾ വഴിയുടെ നടുഭാഗത്ത് കൂടി നടക്കാതിരിക്കുക എന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലൈസ ലിന്നിസാഇ വസതു ത്വരീഖ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ നടുഭാഗത്തു കൂടി നടക്കാതിരിക്കട്ടെ, അവർ അരികിലൂടെയാണ് നടന്നു നീങ്ങേണ്ടത്. അഥവാ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾ വഴിയുടെ നടുഭാഗത്തു കൂടി നടന്ന് പുരുഷന്മാരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നാണ്. 9-ാമത്തേതായിക്കൊണ്ട് ലാ തദ്രിബുൽ മർഅ ബിരിജ്ലിഹാ ലിതദ്ഹറ സീനതഹാ. സ്ത്രീകൾ അവരുടെ അലങ്കാരം മറ്റുള്ളവരെ കാണിക്കുവാനായി കാലിട്ടടിച്ച് ശബ്ദമുണ്ടാക്കി നടക്കരുത് എന്നാണ്. അത് അവരുടെ കാലുകളിൽ ശബ്ദമുണ്ടാക്കുന്ന ഒച്ചയുണ്ടാക്കുന്ന പാദസരങ്ങൾ അണിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ചെരുപ്പ് ഇട്ടടിച്ചുകൊണ്ടോ ശബ്ദമുണ്ടാക്കുകയാണെങ്കിലും അത് പാടില്ല എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. സൂറത്തു നൂറിൽ 31-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലാ യദ്രിബ്ന ബിഅർജുലിഹിന്ന ലിയഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിന്ന. സ്ത്രീകൾ തങ്ങൾ മറച്ചു വെക്കുന്ന തങ്ങളുടെ അലങ്കാരം അത് അറിയപ്പെടുവാൻ വേണ്ടി അവർ കാലിട്ടടിക്കുകയും ചെയ്യരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഉണർത്തിയതായി കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അത് പ്രത്യേകം എടുത്തു പറയുമ്പോൾ ജാഹിലിയ കാലഘട്ടത്തിൽ വളരെ മോശമായ രീതിയിൽ ഈ ഒരു സ്വഭാവം സ്ത്രീകളിൽ ഉണ്ടായിരുന്നു. അത് പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കുകയാണ് ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അതാണ് 9-ാമത്തെ കാര്യം. 10-ാമത്തേതായിക്കൊണ്ട് ലാ തതഅത്തറുൽ മർഅ ഇദാ ഖറജത് മിൻ ബൈതിഹാ. സ്ത്രീകൾ തങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും പുറത്തേക്കിറങ്ങുമ്പോൾ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്നതാണ്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അയ്യുമംറഅത്തിൻ ഇസ്തഅതറത് ഫമറത് അലാ ഖൗമിൻ. ഒരു സ്ത്രീ അവൾ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ജനമധ്യത്തിലൂടെ നടന്നു നീങ്ങുമ്പോൾ ലിയജിദു റിഹഹാ ഫഹിയ സാനിയ. അതിന്റെ സുഗന്ധം ബാക്കിയുള്ളവരെ ആകർഷിക്കുവാനായി അവൾ മെനക്കെടുകയും ചെയ്താൽ ഫഹിയ സാനിയത്തുൻ, അവൾ വ്യഭിചാരിണിയാണ്. ഫകുല്ലു ഐനിൻ സാനിയ. അത്തരത്തിൽ അവളെ ആകർഷിക്കുവാൻ വേണ്ടി ചെയ്യുന്ന ഏതൊരു കാര്യമാണെങ്കിലും അല്ലെങ്കിൽ അവളിലേക്ക് നോക്കുന്ന ഏത് കണ്ണുകളാണെങ്കിലും വ്യഭിചാരം ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി കൊണ്ട് കാണാം. ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക നിയമങ്ങൾ അത് വളരെ കുടുസാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അപേക്ഷിച്ച് അത്രയും പ്രയാസമാണ് ഈ നിയമങ്ങൾ പാലിക്കുവാൻ എന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. മറിച്ച് ഒരു സ്ത്രീയുടെ ദൗർബല്യം കൃത്യമായി മനസ്സിലാക്കുന്ന, ഒരു പുരുഷന്റെ ദൗർബല്യം കൃത്യമായി മനസ്സിലാക്കുന്ന നമ്മുടെയൊക്കെ രക്ഷിതാവാണ് ഈ നിയമങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് എന്ന ബോധം നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ അതെല്ലാം നമ്മെ പ്രയാസപ്പെടുത്തുവാനാണ് എന്ന തെറ്റിദ്ധാരണ അത് പൈശാചികമാണ് എന്ന് നാം തിരിച്ചറിയുക. അവർ മനസ്സിലാക്കേണ്ടത് അവരുടെ നാശത്തെയാണ് അവർ വിളിച്ചു വരുത്തുന്നത് എന്നാണ്. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ പാലിക്കേണ്ട ഈ മര്യാദകൾ അത് അവളുടെ ശരീരത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്ന തിരിച്ചറിവ് നഷ്ടപ്പെടുമ്പോഴാണ് ഇതിനെ അവഗണിക്കുവാൻ അവർ തയ്യാറാകുന്നത്. പുരുഷൻ തങ്ങളുടെ കണ്ണുകളെ താഴ്ത്തണമെന്ന് ഇസ്ലാമിക അധ്യാപനങ്ങൾ നമ്മെ ഉണർത്തുമ്പോൾ അതേ രീതിയിൽ തന്നെ സ്ത്രീകൾ തങ്ങളുടെ ശരീരങ്ങളെ ശ്രദ്ധിക്കണമെന്നും മറ്റുള്ളവർക്ക് മുന്നിൽ കാണിക്ക വെക്കാനുള്ളതല്ല അവരുടെ ശരീരമെന്നും ഉണർത്തുമ്പോൾ ആ മര്യാദകൾ പാലിക്കാതിരിക്കുമ്പോൾ സമൂഹത്തിൽ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുവാൻ കാരണമാകും എന്നതിൽ യാതൊരു സംശയവും ഇല്ല. പലപ്പോഴും ഇത്തരത്തിലുള്ള മര്യാദകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്തതിന്റെ പ്രശ്നങ്ങളാണ് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് നിഷ്പക്ഷമായി വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്തായാലും ഇത്തരത്തിലുള്ള മൂല്യങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് തീർച്ചയായും ഈ മൂല്യങ്ങൾ നാം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം അത് നമ്മുടെ പരലോകത്തെ നശിപ്പിച്ചു കളയുവാൻ, അവിടെയുള്ള നമ്മുടെ ജീവിതത്തെ തീർത്തും ഭയാനകരമാക്കി മാറ്റുവാൻ കാരണമാകും എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കുവാനും
ജീവിതത്തിൽ കൃത്യമായി പാലിക്കുവാനും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇസ്ലാമിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുകയും പരലോകം തീർത്തും വിജയകരമായി മാറുകയും ചെയ്യുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. وصلى الله وسلم على نبينا محمد. السلام عليكم ورحمة الله وبركاته.